ചിലരൊക്കെ 15 ഇഞ്ച് വീലിട്ട് വണ്ടി നശിപ്പിച്ച് കളയാറുണ്ട് കേട്ടോ. അപ്പോൾ ആ റീസൺസ് കൊണ്ടാണ് ഞാൻ 13 ഇഞ്ച് തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളെ എൻ്റെ ഫോളോവേഴ്സ് പറയണം സെന്നിനെ അലോയ്സ് ഇടാനായിട്ട്. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സെന്നിൻ്റെ സ്റ്റോക്ക് 13 ഇഞ്ച് റിംസ് വൈറ്റ് കളർ അടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളതേ 13 ഇഞ്ച് അലോയ്സ് വിത്ത് ടയർ ഓടിച്ചത്, യോക്കോഹാമയുടെ ടയർ കേട്ടോ. ഇത് അത്യാവശ്യം കട്ടുള്ള ടയറാണ്, പുത്തൻ ടയറൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വലിയ കുഴപ്പമുള്ള ടയറാണ്. അപ്പോൾ ആദ്യമേ ഒരു കാര്യം പറയട്ടെ, സെന്നിന് വീൽ സൈസസ് ആൾക്കാർ നോർമലി ഇടണേ 12, 13, 14, 15. ഇതിനകത്ത് സെൻ MBFIക്ക് 12 ഇഞ്ചും സെൻ കാർബറേറ്റർ മോഡലിന് 13 ഇഞ്ചാണ് കമ്പനി കൊടുത്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് കമ്പനി 12 ഇഞ്ച് ഇട്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ 12 ഇഞ്ചിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞുതരാം. വണ്ടിക്ക് വന്ന ഗ്രിപ്പ് ഭയങ്കര കുറവായിരിക്കും. പിന്നെ വണ്ടി നമ്മൾ ഈ വളവൊക്കെ ഇങ്ങനെ വീശിയെടുക്കുന്ന നേരത്ത് വണ്ടിക്ക് ഒരു ആട്ടം ഉണ്ടാവും. പക്ഷേ 13 ഇഞ്ച് പെർഫെക്റ്റ് കേട്ടോ. അപ്പോൾ ഓരോ വീൽസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. 12 ഞാൻ പറഞ്ഞത് തന്നെ ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ല, പിന്നെ വളമൊക്കെ വീശാൻ നേരത്ത് വണ്ടിയുടെ നാടും. പിന്നെ 13 പക്കയാണ്. 13 അത്യാവശ്യം വലിയ ഗ്രിപ്പും കിട്ടും, പിന്നെ എന്നാ പറയുക കൺട്രോളും ഉണ്ട്. പക്ഷേ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ടോ, അത് അത്രയ്ക്ക് അറിയില്ല, എന്നാലും ചെറിയൊരു ഇതുണ്ട്. നിങ്ങൾക്ക് ലോവറിങ് സ്പ്രിങ്സ് ഇടുവാണെങ്കിൽ പക്കയായിട്ട് ഇക്കൂട്ടോ. പിന്നെ 14 ഇഞ്ച് ഇടാൻ നേരത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോഡിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ ബെറ്റർ 14 ഇഞ്ച് ആയിരിക്കും കേട്ടോ. കാര്യം നിങ്ങൾക്ക് അത്യാവശ്യം എന്താ പറയുക വലിയ വീൽസും വേണം, അത്യാവശ്യം ഗ്രിപ്പും വേണം, ലുക്കും വേണമെന്നുണ്ടെങ്കിൽ 14 ഇഞ്ചായിരിക്കും ബെറ്റർ. പക്ഷേ 14 ഇഞ്ചിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിലൊരു 4 പേരൊക്കെ വെച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ 13 ഇഞ്ചിൽ ആ പ്രശ്നമില്ല കേട്ടോ. അതുകൊണ്ടാണ് 13 ഇഞ്ച് ഞാൻ ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ ചിലവർ 15 ഇഞ്ചിൻ്റെ വീൽ കിട്ടും. ഏറ്റവും കൂടുതൽ അതിൽ യൂസ് ചെയ്യണ ഒപ്ട്രയുടെ അലോയ്സ് വിത്ത് ലോ പ്രൊഫൈൽ ടയറാണ്. അപ്പോൾ 15 ഇഞ്ചിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ അതിൻ്റെ ടയറിന് റേറ്റ് കൂടും. ടയറിന് ഏകദേശം 6500 രൂപ ലിങ് ലോങ് എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ, അത് ചാത്തൻ കമ്പനിയാണ്. അതിൻ്റെ ടയേഴ്സാണ് കയറുള്ളൂ. ലോ പ്രൊഫൈൽ ടയേഴ്സാണ് കയറുള്ളൂ 15 ഇഞ്ച് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ എന്താ പറയുക സ്റ്റിയറിംഗ് റാക്കിന് കംപ്ലയിൻറ്റ് വരും. കാര്യം ലോഡ് കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ ഓടിക്കുമ്പോൾ കംഫർട്ട് കുറയും, അടി തട്ടും. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രിപ്പായിരിക്കും. വണ്ടി ഇങ്ങനെ റോഡിൽ പിടിച്ച് നിൽക്കും. നമുക്കങ്ങനെ എന്താ പറയുക വണ്ടി ഒരു ആട്ടം ഒന്നും ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 13 ഇഞ്ച് ഇടുമ്പോൾ അത്യാവശ്യം ലുക്കും ഉണ്ട്, അടിയും തട്ടൂല. ഞാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇടയ്ക്ക് ട്രിപ്പ് പോകാറുണ്ട്, അപ്പോൾ അടിയും തട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ 13 ഇഞ്ച് തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ അത്യാവശ്യം നല്ല ടയർ യൂസ് ചെയ്യട്ടെ. ഇപ്പോൾ യോക്കോഹാമയുടെ ടയർ മേടിച്ചു. ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് മേടിച്ചുകൊണ്ട് അലൈൻമെൻറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു നേരത്തെ കടന്ന വണ്ടിയിൽ. അതുകൊണ്ടാണ് ഇവിടെ ഒരു പ്രശ്നം നടക്കുന്നത്. ബാക്കിയൊക്കെ ടയർ പക്കയായിട്ടുണ്ടോ. പിന്നെ ഞാൻ അലോയ്സ് വിത്ത് ടയേഴ്സ് മേടിച്ച് 15 രൂപ കേട്ടോ ടോട്ടൽ. അപ്പോൾ ഏകദേശം 14,700 ആ റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും ആ റേഞ്ച് കിട്ടുവാണെങ്കിൽ എടുക്കുവാണെങ്കിൽ ലാഭമായിട്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം മിക്ക അലോയ്സിനൊക്കെ വില കൂടി. സെന്നിന് 114 PCD ആണ് തന്നെ. സെന്ന്, എസ്റ്റീം, ഒമിനി, ക്വാളിസ് അങ്ങനെയുള്ള വണ്ടിക്കൊക്കെ 114 PCD ആണ് തന്നെ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സെന്നിൻ്റെ സ്റ്റോക്ക് റിംസ് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ച് അടിപൊളി ടയർ ഇട്ട് പോളിഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇനി നിങ്ങളൊരു അപ്ഗ്രേഡ് നോക്കുവാണ് 15 ഇഞ്ച് ഇട്ട്, ഞാൻ പറഞ്ഞില്ല 15 ഇഞ്ച് ഓവർ സൈസ് ആണ് സെന്ന്. നല്ല ലുക്കായിരിക്കും. ലുക്ക് വൈസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 15 ഇഞ്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ഇല്ല. നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യണം എന്നാൽ വണ്ടിക്ക് അത്യാവശ്യം ലുക്കും വേണമെന്നുണ്ടെങ്കിൽ 14 ഇഞ്ച് വിത്ത് ലോ പ്രൊഫൈൽ ടയർ ഇടാം. അതാകുമ്പോൾ എന്താ പറയുക 15 ഇഞ്ച് ടയർ മേടിക്കേണ്ട പൈസ ആവില്ല, എന്നാലും ഇച്ചിരി കുറച്ച് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 14 ഇഞ്ച് റിംസിന് അലോയ്സിന് അത്യാവശ്യം വിലയുണ്ട്. ഏകദേശം 25,000 രൂപ 30,000 ആ റേഞ്ചിൽ ഇങ്ങനെ കയറി പോകും. കാരണം 114 PCD റെയറാണ്, ഇപ്പോൾ കിട്ടാനും പാടാണ്. പിന്നെ നിങ്ങൾ ഓവറോൾ ബഡ്ജറ്റും എല്ലാം കൊണ്ട് ഒത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ 13 ഇഞ്ച് വീൽസ്. നേരത്തെ പറഞ്ഞ പോലെ 13 ഇഞ്ച് അടിപൊളിയാണ്. അടിയും തട്ടൂല, അത്യാവശ്യം ഗ്രിപ്പുണ്ട്, ലുക്കുണ്ട്, കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ ഗ്യാപ്പിൻ്റെ ഈ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ലോവറിങ് സ്പ്രിങ്സ് ഇടാം. ലോവറിങ് സ്പ്രിങ്സ് ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക അടി തട്ടും വണ്ടിയുടെ. നിങ്ങളിപ്പോൾ 2 പേരൊക്കെ ആയിട്ട് മാക്സിമം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ അത്യാവശ്യം എന്താ പറയുക പ്രാക്ടിക്കാലിറ്റി നോക്കുന്ന ആളാണ്. ഞാൻ ഫ്രണ്ട്സായിട്ട് ട്രിപ്പൊക്കെ പോകാറുണ്ട്, ഫാമിലിയായിട്ട് പോകാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലോവറിങ് സ്പ്രിങ്സ് ഒന്നും ഇടാത്തതിനകത്ത്. പിന്നെ ഏറ്റവും അടിപൊളി ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്നിൻ്റെ തന്നെ 13 ഇഞ്ച് അലോയ്സ് കിട്ടും. പക്ഷേ ആ അലോയ്സിന് ഭയങ്കര വിലയാണ്. അത് ഓൾട്ടോ വാഗണാറിൽ വന്നിട്ടുണ്ട്. പക്ഷേ PCD വ്യത്യാസമുണ്ട്. 100 PCD ആണ്. ചിലവന്മാർ 114 PCD എന്ന് പറയും വിൽക്കുന്നുണ്ട്. ഒരിക്കലും ചെന്ന് ചാടി കൊടുക്കരുത്, നമ്മുടെ സെന്നിന് സൂട്ടാവില്ല. ആ റിംസ് അലോയ്സിന് മാത്രം ഇപ്പോൾ 45,000 30,000 ആ റേഞ്ച് കിട്ടും. നിങ്ങൾക്ക് ലക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 15,000 രൂപയ്ക്ക് കിട്ടും അലോയ്സ് മാത്രമായിട്ട്. ആ അലോയ്സ് ആയിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം വെച്ചാൽ കുറച്ചും കൂടി ലുക്ക് ഉണ്ട്. ഒരു സ്റ്റോക്ക് ലുക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ അലോയ്സ് മേടിച്ചിടാം. പിന്നെ ഞാനിത് കുറേ തപ്പി വന്നിട്ട് കിട്ടിയതാണ് ഈ ഡിസൈൻ, ഈ പിരിപിരിവ് എന്നുള്ള. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിലെ കാര്യങ്ങൾ പറഞ്ഞിടാം. പിന്നെ 13 ഇടണോ 14 ഇടണോ 15 ഇടണോ 12 ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് പ്രാക്ടിക്കാലിറ്റിയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ സൗകര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് ചൂസ് ചെയ്യാം കേട്ടോ. ഐ ഓൾവേസ് റെക്കമെൻഡ് 13. ഇപ്പോൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ 14 ചൂസ് ചെയ്യണം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യട്ടോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസിന് ഇനിയും കാണാം, അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺ.